ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. സുഖമല്ല എല്ലാവർക്കും? ഇറ്റ്സ് മീ സ്നേഹ കിച്ചസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോളോ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഫോളോ ചെയ്തേക്കണേ, മറക്കണ്ട. വോയിസ് ഓഫ് കിച്ചു. ഇന്ന് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട കുറച്ച് ആളുകളെക്കുറിച്ചാണ്. ആരാന്നല്ലേ? എൻ്റെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അവരെ വിളിക്കും പരദൂഷണക്കാർ. നമുക്ക് ചുറ്റും കാണും ഇങ്ങനത്തെ കുറേ ആളുകൾ. അവരിൽ നിന്നൊക്കെ നമ്മളെപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പകർച്ചവ്യാധിയെക്കാട്ടിൽ മഹാവ്യാധിയാണ് ഈ പരദൂഷണക്കാർ. കാറ്റിനെക്കാട്ടിലും വേഗത്തിലാണ് ഇതിൻ്റെ പകർച്ച. നാവ് കൊണ്ട് പാപം ചെയ്ത് നരകത്തെ ഏറ്റുവാങ്ങുന്നവരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാപം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് പരദൂഷണം പറിച്ചതാണ്. പണ്ടൊക്കെ നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടിയിലും അയൽവക്കത്തും ഒക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പരദൂഷണം ഇപ്പം അത് സോഷ്യൽ മീഡിയകൾ ഏറ്റെടുത്തേക്കുവാണ്. നമ്മൾ കാണുന്നതല്ലേ ഓരോരുത്തരെക്കുറിച്ചും ഓരോന്നും പറഞ്ഞുണ്ടാക്കുന്നത്. ആക്ച്വലി നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കേണ്ടതാണ്. അത് മറ്റുള്ളവരെ എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നതോ അല്ലെ അവരെ എത്രത്തോളം വേദനിപ്പിക്കുന്നതോ ഒന്നും ഓർക്കാതെ നമ്മുടെ ഒരു മനോസുഖത്തിന് വേണ്ടി പടച്ചു വിടുന്ന കാര്യങ്ങളാണ്. ഒരാളെ വളർത്താനും തളർത്താനും ഒക്കെ ഈ പരദൂഷണത്തിന് പറ്റും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ നമ്മുടെ ചുറ്റുമുണ്ട്. കണ്ണു തുറന്ന് കണ്ടിട്ട് നമ്മുടെയൊക്കെ ലൈഫിൽ നിന്ന് ഇവരെ ഒഴിവാക്കി നിർത്തണമെന്നേ ഞാൻ പറയും. താങ്ക് യു ഓൾ.